കമ്പനീസിന്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2030 പ്രകാരം സെക്ഷൻ 128 അനുസരിച്ച് കമ്പനീസ് ആക്ട് വെച്ചിട്ട് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് P&L അക്കൗണ്ട് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഓർഡർ ഒന്ന് അറിഞ്ഞിരുന്നാൽ അത് ആർക്കും ചെയ്യാൻ സാധിക്കും. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ അതനുസരിച്ച് ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ other expenses 125. Tax rate at 30%. 30%. Tax percentage 30%. Particular column amount column. 2 column വരച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. 2 കോളം, പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. പർട്ടിക്കുലർ കോളം,
എമൗണ്ട് കോളം. അതിൻ്റെ അകത്ത് പർട്ടിക്കുലർ കോളത്തിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആദ്യമേ എഴുതുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എമൗണ്ട് കോളത്തിൽ 3000. ഡയറക്റ്റ് എല്ലാം എഴുതാനുള്ളതേ ഉള്ളൂ, വേറൊന്നും അധികം വർക്ക് വരുന്നില്ല. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എടുത്തെഴുതുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3000 എമൗണ്ട് കോളം. അതർ ഇൻകം other income 500. Other income 500. ഇനി ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. 3000 plus 500. അതിന്റെ നേരെ എഴുതുക ടോട്ടൽ റവന്യൂ. റവന്യൂ 3500. ഇനി നമുക്ക് ടോട്ടൽ റവന്യൂ കണ്ടുപിടിച്ചു. ഇനി എക്സ്പെൻസ് എല്ലാം കണ്ടുപിടിക്കണം. കോസ്റ്റ് 1000. പിന്നെ കോസ്റ്റ് മെറ്റീരിയൽ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളതാണ്, നമ്മൾ എടുത്തെഴുതിയാൽ മാത്രം മതി. ചേഞ്ചസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് 800. ഫിനാൻസ് കോസ്റ്റ് 1000. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് 50. അതർ എക്സ്പെൻസസ് 125. Total expenses 1840.
ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 1840. ഒരു സംശയമുണ്ടേ. ഹലോ, 1840 കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് 1000 അല്ലെ? 1000 എംപ്ലോയി ബെനിഫിറ്റ് 250. സോറി, 1000. അപ്പൊ 1800. ഡിപ്രീസിയേഷൻ 100. ഡിപ്രീസിയേഷൻ 150. ഡിപ്രീസിയേഷൻ 150 ആണോ? അതർ എക്സ്പെൻസസ് 150. പിന്നെ അതർ എക്സ്പെൻസ് 125. 125. അപ്പൊ ഇതെല്ലാം കൂട്ടണം അല്ലെ? പിന്നെ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ലെസ്. അത് എത്ര പറഞ്ഞത്? പറഞ്ഞില്ല. 250. അത് മൈനസ് ചെയ്യണം, അങ്ങനെയാണോ? മൈനസ് അത് മൈനസ്. അപ്പൊ അത് ഏറ്റവും ലാസ്റ്റ്. നമുക്ക് എങ്ങനെയാണ് അത് മൈനസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക? കേൾക്കാമോ? ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രാക്കറ്റ് ഇടാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്തോ കേട്ടില്ല മാഡം. എനിക്ക് ക്വസ്റ്റിന്റെ അകത്ത് 250 ബ്രാക്കറ്റിലാണ്. അപ്പൊ അത് ബ്രാക്കറ്റ് ഇടുക. അപ്പൊ അത് മൈനസ് വാല്യൂ ആയതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കാണിക്കാൻ പറയുന്നത്. പ്ലസ് വാല്യൂ ആണെങ്കിൽ നമുക്കത് കൂട്ടിയാൽ മതി. ഇപ്പൊ ടോട്ടൽ ചെയ്തിട്ട് 250 മൈനസ് ചെയ്താണ് 1840 പറഞ്ഞത് അല്ലേ? 1840. ഇനി കിട്ടുന്നത് ഇപ്പൊ ടോട്ടൽ എക്സ്പെൻസസ് എന്നാണ്. 1840 നേരെ ടോട്ടൽ എക്സ്പെൻസസ് എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അത് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ടോട്ടൽ എക്സ്പെൻസസ്, total revenue 3500 minus total expenses 1840. അപ്പം വരുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 1660. ഇനി അവിടെ പറയുന്നുണ്ട് നമുക്ക് പ്രോഫിറ്റ് ടാക്സ് റേറ്റ് 30% എന്ന് പറയുന്നുണ്ട് അല്ലെ? ടാക്സ് എക്സ്പെൻസ് അറ്റ് 30%. അത് കണ്ടുപിടിക്കണം. 1660ന്റെ 30% കണ്ടുപിടിക്കണം. ടാക്സ് എക്സ്പെൻസ് അറ്റ് 30% എന്ന് എഴുതുക. 1660 ഇൻറ്റു 30/100. അപ്പോൾ എത്ര കിട്ടും? 498 കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ്. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് കണ്ടുപിടിക്കാൻ
പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ടാക്സ് എക്സ്പെൻസസ് 1840 നിന്നും 498 കുറയ്ക്കുക. 1660 നിന്ന് 498 കുറയ്ക്കുക. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ടോട്ടൽ എക്സ്പെൻസ് അതിൽ മിസ് പറഞ്ഞു. അതെ. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് 180 രൂപ അല്ലെ? അതെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഇവിടെ പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ട്രയൽ ബാലൻസ് ഞാൻ പറയുന്നത്. ട്രയൽ ബാലൻസ് ഡെബിറ്റും ക്രെഡിറ്റും 3 കോളം വേണം. ഡെബിറ്റ് സൈഡ് കോളവും ക്രെഡിറ്റ് കോളവും കൊടുക്കുക. ഡ്രോവിങ്സ് ആൻഡ് ക്യാപിറ്റൽ. ഡെബിറ്റ് കോളത്തിൽ 19,530. ക്രെഡിറ്റ് കോളത്തിൽ 67,500. പർച്ചേസ് ആൻഡ് സെയിൽസ് ഡെബിറ്റ് സൈഡിൽ 45,000. ക്രെഡിറ്റ് സൈഡിൽ 112,500. സാലറി ഡെബിറ്റ് സൈഡിൽ 25,470. കമ്മീഷൻ്റെ അകത്ത് നെക്സ്റ്റ് കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിൽ 25,75. ക്യാരിയേജ് 32,30. ഡെബിറ്റ് സൈഡ് ആണ് ക്യാരിയേജ്. ഇനി പറയുന്ന ഡെബിറ്റ് സൈഡ് ആണ്. ക്രെഡിറ്റ് ആണെങ്കിൽ ഞാൻ പറയാം. ഫസ്റ്റ് കോളം ഡെബിറ്റ് സൈഡിൽ എഴുതുക 32,30 ക്യാരിയേജ്. പ്ലാന്റ് ആൻഡ് മിഷനറി
27,000 27,000. ഫർണിച്ചർ 6,750 67,50. ഓപ്പണിംഗ് സ്റ്റോക്ക് 42,300. ഇൻഷുറൻസ് 2,000. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ വേണം 7,425. ഈ പറയുന്ന ക്രെഡിറ്റ് സൈഡാണ് 7,425. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 24,660. റെന്റ് ആൻഡ് ടാക്സസ് 2,160. 21,60. ഡെബിറ്റ് സൈഡ് ആണ് റെന്റ് ആൻഡ് ടാക്സസ്. വേജസ് 11,215. റിട്ടേൺസ് ഡെബിറ്റ് സൈഡിലെ റിട്ടേൺസ് 23,85. 2,385. ക്രെഡിറ്റ് സൈഡിൽ 1,440. ഇനി ക്യാരിയേജ് ഔട്ട്വേർഡ്സ് 1,485. 1,485. ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഡെബിറ്റ് സൈഡ് 36,000. ക്രെഡിറ്റേഴ്സ് 58,500. Debtors and creditors 36,000, 58,500. General expenses 6,975. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 41,400.
41,400. ഇത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡെബിറ്റ് സൈഡ് ആണ്. ഇനി അഡ്ജസ്റ്റ്മെന്റ് പറയണം, താഴോട്ട് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് 60,000. ക്ലോസിംഗ് സ്റ്റോക്ക് 60,000. വേജസ് 20,000. വേജസ് 20,000. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 30,000. ഇൻഷുറൻസ് പ്രീപെയ്ഡ് 700. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് 600. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 500. നെക്സ്റ്റ് പ്രൊവൈഡ് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ plant and machinery at 5% and on furniture at 10%. Provide depreciation on plant and machinery at 5% and furniture at 10%. Next, make a provision of make a provision of 5% on debtors for doubtful debts. ഇത് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇങ്ങനത്തെ മോഡൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. മേക്ക് എ പ്രൊവിഷൻ ഓഫ് 5% ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അപ്പൊ ഇത്രയാണ് പ്രിപ്പയർ ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ ഒരു 2-3 പ്രോബ്ലം ചെയ്തതാണ് ഇതിന്റെ തന്നെ മോഡല്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് P&L അക്കൗണ്ട് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് 4 കോളം വേണം. പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, വീണ്ടും പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്
ഓപ്പണിംഗ് സ്റ്റോക്ക് 42,300. നെക്സ്റ്റ് പർച്ചേസ് എഴുതുക. പർച്ചേസിൽ നമുക്ക് അവിടെ റിട്ടേൺ കുറയ്ക്കാനുണ്ട്, അത് ശ്രദ്ധിക്കണം എപ്പോഴും. അതിൽ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന 1440 പർച്ചേസ് റിട്ടേൺ. ഡെബിറ്റ് സൈഡിൽ കിടക്കുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പം പർച്ചേസ് റിട്ടേണിന്റെ മറ്റൊരു പേര് റിട്ടേൺ ഔട്ട്വേർഡ് എന്നാണെന്ന് ഓർത്തിരിക്കുക. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് കണ്ട് അത് പർച്ചേസ് റിട്ടേൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. 45,000 നിന്നും 1,440 1440 കുറച്ച് തുക വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. 43,560 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. പർച്ചേസ് റിട്ടേൺ 45,000 1440 കുറച്ചിട്ടുള്ള തുക വേണം എമൗണ്ട് കോളത്തിൽ. 43,560. നെക്സ്റ്റ് വേജസ് നേരെ എഴുതി വെക്കല്. ആദ്യമേ ഇന്നർ കോളത്തിൽ എഴുതുക 11,215. അപ്പൊ അവിടെ നോക്കിക്കേ, വേജസിന്റെ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് വന്നാൽ നമ്മൾ അത് ആഡ് ചെയ്ത് കാണിക്കണം. ഇതൊരു ലൈബിലിറ്റിയാ, കുറച്ചുകൂടെ കൊടുക്കാനുള്ള തുകയാണ്, ഇതുവരെ അത് കൊടുത്തില്ലെന്നാണ് മീൻ ചെയ്യുന്നത്. വേജസ് 11,215 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 2,000. ടു 13,215. ടു ക്യാരിയേജ് 3,230. ഇത്ര ഐറ്റമാണ് ഡെബിറ്റ് സൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിന് വരുന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. ബൈ സെയിൽസ് 112,500 ഡയറക്റ്റ് കൊണ്ട് എഴുതല്, റിട്ടേൺ ഉണ്ട്. സെയിൽസിൽ നിന്നും ലെസ് സെയിൽസ് റിട്ടേൺ 112,500 ലെസ് സെയിൽസ് റിട്ടേൺ 2,385 കുറച്ചിട്ടുള്ള തുക വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. 110, 115. സെയിൽസ് 112,500 ലെസ് സെയിൽസ് റിട്ടേൺ 2,385. 110, 115 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 60,000.
ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 60,000. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും കൂട്ടി നോക്കുക. എവിടാണോ കൂടുതലിൽ നിന്ന് കുറവുള്ളത് ഡിഡക്റ്റ് ചെയ്യുക. നമുക്ക് 110, 115 പ്ലസ് 60,000 60,000 ഉണ്ട്. 170, 115 കിട്ടും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ. $170, 115. ഇതിൻ്റെ അകത്തുനിന്ന് ഡെബിറ്റ് സൈഡ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതുക. ടു ഗ്രോസ് പ്രോഫിറ്റ് 67,810. അപ്പൊ 170, 115 നമുക്ക് ടോട്ടൽ കിട്ടും. 170, 115. ഇനി നമുക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒന്നിച്ച് ആണ് വരച്ചിരിക്കുന്നത്. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് എന്നാണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. എങ്കിലും നമുക്കിനി ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് കാണിക്കുക. ബൈ ആണ്, ക്രെഡിറ്റ് സൈഡ് ആണ്. ടൂവും ബൈ അറിയത്തില്ലാത്തവര് വേഗം ചോദിച്ചോളൂ എവിടെയാണെന്നുള്ളത്. നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്തതാണ്. 3-4 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇത് ഫൈനലായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതി തന്നെ പഠിക്കുക. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 67,810 എമൗണ്ട് കോളത്തിൽ എഴുതുക. $67,810 ടു സാലറി ഇനി ടു ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ടു സാലറി നേരെ എഴുതരുത്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നുണ്ട്. ടു സാലറി 25,470. ടു സാലറി 25,470. അതിൽ നിന്ന് ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 3,000. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 3,000. അപ്പം 28,470 ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. 28,470. നെക്സ്റ്റ് ടു ഇൻഷുറൻസ്. ടു ഇൻഷുറൻസ് 2,700 നേരെ എമൗണ്ട് കോളത്തിൽ എഴുതരുത്. ഇതുപോലെ തന്നെ പ്രീപെയ്ഡ് പറയുന്നുണ്ട്. ടു ഇൻഷുറൻസ് 2,700.
ടു പ്രീപെയ്ഡ് 700. ടു പ്രീപെയ്ഡ് 700. ലെസ് പ്രീപെയ്ഡ് ലെസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുവാണെങ്കിൽ പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുത്തു, നമുക്കതൊരു ഇൻകം ആണ്. ലെസ് പ്രീപെയ്ഡ് 700. ഇപ്പൊ 2700 700 കുറയ്ക്കുമ്പോൾ 2000. ഒന്ന് 60. 2160. ടു ക്യാരിയേജ് ഔട്ട്വേർഡ് ടു ക്യാരിയേജ് ഔട്ട്വേർഡ് 1485. ടു ക്യാരിയേജ് ഔട്ട്വേർഡ് 1485 എമൗണ്ട് കോളത്തിൽ എഴുതുക. ടു ജനറൽ എക്സ്പെൻസസ് ടു ജനറൽ എക്സ്പെൻസസ് 6975. ഡിപ്രീസിയേഷൻ ഇനി എഴുതേണ്ടത്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി 5%. 27,000-ന്റെ 5%. 1350 എഴുതുക. പിന്നെ ഫർണിച്ചറിന്റെ 10%. അപ്പൊ നമുക്ക് 675 കിട്ടും. 6750-ന്റെ 10%. അപ്പൊ പ്ലാന്റ് ഡിപ്രീസിയേഷൻ എഴുതിയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞ് 1350 രൂപ എമൗണ്ട് കോളത്തിൽ ടു ഡിപ്രീസിയേഷൻ. ഫർണിച്ചറിന്റെ 675. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്സ്. 1800 എമൗണ്ട് കോളത്തിൽ എഴുതുക. 1800. ഇത്രയാണ് ഡെബിറ്റ് സൈഡ്. ഇനി ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ നമുക്ക് 1-2 ഐറ്റം ഇൻകം കിട്ടിയിട്ടുണ്ട്. ഇൻകം കിട്ടിയത് അങ്ങോട്ട് എഴുതാം. ബൈ കമ്മീഷൻ ഡയറക്റ്റ് എഴുതല്. ഒരു 500 രൂപ കമ്മീഷനിൽ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 500. 6th അഡ്ജസ്റ്റ്മെന്റ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 500. 500. പിന്നെ 2075 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2575 നിന്നും 500 രൂപ കുറച്ചിട്ട് 2075 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. പിന്നെ ഇൻട്രസ്റ്റ് എന്ന് കൊടുക്കുക.
7425 ഇൻട്രസ്റ്റ് 7425. ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് 600. അക്രൂഡ് ഇൻട്രസ്റ്റ് 7425 ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ് 600. 8025 വേണം. 8025 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. ഇത് എൻ്റെ ഒപ്പം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചു പോവുക. 8025. ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാം. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടുക. ക്രെഡിറ്റ് സൈഡിൽ 77,910 കിട്ടണം. 77,910. സോറി 77,910 കിട്ടും. ഇതിൻ്റെ അകത്തുനിന്ന് ഡെബിറ്റ് സൈഡ് ഡിഡക്റ്റ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇനി നമുക്ക് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ഞാൻ എമൗണ്ട് പറയാം. 32,995. ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതുക. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 32,995. 77,910 രണ്ട് സൈഡിലും വരച്ച് ക്ലോസ് ചെയ്യുക. എഴുപത്തിരണ്ട് 77,910 എന്നാണ് ടോട്ടൽ വരുന്നത്. അത് രണ്ട് സൈഡിലും ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ലയബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്, ഇങ്ങനെ ടോട്ടൽ വീണ്ടും 4 കോളം വരയ്ക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2024 എന്ന് ഹെഡിങ് കൊടുക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2024. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്. കറണ്ട് ലയബിലിറ്റീസ്
കറണ്ട് ലയബിലിറ്റീസ് എമൗണ്ട് അസറ്റ് എമൗണ്ട്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് കൊടുക്കുക, താഴോട്ട് എഴുതുക ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് 24,660. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 58,500. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 2,000. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 3,000. Commission received in advance 500. 500. മുപ്പത്തിരണ്ട് 995 ആഡ് ചെയ്യുക. 67,500 പ്ലസ് നെറ്റ് പ്രോഫിറ്റ് 32,995. ഇപ്പൊ 100,495 എന്ന് കിട്ടും. 1,04,495. ഇതിനകത്ത് വീണ്ടും ഡ്രോവിങ്സ് കുറയ്ക്കണം. ലെസ് ഡ്രോവിങ്സ് 19,530. 100,495 നിന്നും ഡ്രോവിങ്സ് കുറയ്ക്കുക 19,530. 80,965 കിട്ടും. പിന്നെ ലെസ് ഇൻകം ടാക്സ് 1,000. 1000. 79,965. 79,965 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. $79,965. ഇനി കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് ഇത്ര ഐറ്റമാണ് ലയബിലിറ്റി സൈഡ്. ഇനി കറണ്ട് അസറ്റ്സിന്റെ സൈഡിലേക്ക് വരിക. അസറ്റിന്റെ സൈഡിലേക്ക് വരിക. താഴെ കറണ്ട് അസറ്റ്സ് എന്ന് എഴുതുക. അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സ് എന്ന് എഴുതുക. ഡെപ്റ്റേഴ്സ് 36,000. 36,000 ലെസ് പ്രൊവിഷൻ. അതിൻ്റെ അകത്ത് പ്രൊവിഷൻ ഒന്ന് കുറയ്ക്കണം. 36,000 ലെസ് പ്രൊവിഷൻ 1,800 കുറയ്ക്കുക.
34,200 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. 34,200. ക്ലോസിംഗ് സ്റ്റോക്ക് 60,000, എമൗണ്ട് കോളത്തിൽ 60,000. ഇൻവെസ്റ്റ്മെന്റ്സ് 41,400. ഇൻവെസ്റ്റ്മെന്റ്സ് 41,400. അക്രൂഡ് ഇൻട്രസ്റ്റ് 600. അക്രൂഡ് ഇൻട്രസ്റ്റ് 600. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 700. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിന്ന് ഒരു ഡിപ്രീസിയേഷൻ കുറയ്ക്കാനുണ്ട്, അത് ശ്രദ്ധിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി 27,000, 27,000 ലെസ് ഡിപ്രീസിയേഷൻ. ഇത് കുറച്ചിട്ടുള്ളത് മാത്രമേ എമൗണ്ട് കോളത്തിൽ എഴുതാവുള്ളൂ. പ്ലാന്റ് ആൻഡ് മെഷീനറി 27,000 ലെസ് ഡിപ്രീസിയേഷൻ 1,350. ഇരുപത്തഞ്ച് 650. നെക്സ്റ്റ് ഫർണിച്ചർ 6,750. 6,750 ലെസ് ഡിപ്രീസിയേഷൻ 675. ആറായിരത്തി 750 675 കുറച്ചിട്ട് 6,075 വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. 6,075, സോറി 60,075, 675. ഇനി ടോട്ടൽ നോക്ക്, രണ്ട് സൈഡ് ഈക്വൽ ആയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം കറക്റ്റ് ആവുള്ളൂ. രണ്ട് സൈഡ് ഈക്വൽ ആവണം. ഇപ്പൊ ടോട്ടൽ ഞാൻ പറയാം. 168 625, 1,68,625. 1,68,625. ഇതാണ് രണ്ട് സൈഡിലും വരേണ്ട എമൗണ്ട്. ഒരു സൈഡ് മാറിപ്പോയാൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ പ്രോബ്ലം കറക്റ്റ് അല്ലെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനി അക്കൗണ്ട്സ് നമ്മളൊന്ന് നോക്കി. ഇനി ഒരു കമ്പനി എന്താണെന്നുള്ളതാണ്, കുറച്ച് തിയറിയാണ്. ഒരു കമ്പനി എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യൽ ആണ്. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ബീയിങ് ആണ്, ഇൻവിസിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ ആണ്. പിന്നെ ഈ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റഡ് ബൈ ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പനി അക്കൗണ്ട്സ്, അതായത് ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വമേധയാ എഴുതപ്പെട്ട ഒരു വ്യക്തിയെയാണ്, ഒരു വോളണ്ടറി, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഒരു ലീഗൽ പേഴ്സൺ ആണ്.
കമ്പനിക്ക് ഒരു രജിസ്ട്രേഡ് ഓഫീസ് വേണം. ഇതിന്റെ കമ്പനിയെ തരംതിരിച്ചേക്കുന്നത് ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും അസറ്റിന്റെ പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ അടിസ്ഥാനത്തിലും ആണ് കമ്പനിയെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ കമ്പനിയെ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നും അൺലിമിറ്റഡ് കമ്പനി എന്നും തരംതിരിച്ചിട്ടുണ്ട്. കമ്പനിയെ തരംതിരിച്ചിരിക്കുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ്, ഇങ്ങനെയായിട്ടാണ് കമ്പനിയെ തരംതിരിച്ചിരിക്കുന്നത്. പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എഗെയിൻ തരംതിരിച്ചിരിക്കുന്നു. അതാണ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമാണ്, ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്തത് എന്തോ അതിനെ പബ്ലിക് കമ്പനി എന്ന് പറയും. ലിമിറ്റഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, LTD ലിമിറ്റഡ്. അപ്പൊ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പബ്ലിക് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ഒരു ഓണർഷിപ്പ് വരുന്നത്, ഗവൺമെന്റിനായിരിക്കും. പബ്ലിക് കമ്പനിയെ നമുക്ക് ട്രാൻസ്ഫർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. പിന്നെ ഉള്ളത് വൺ പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അറിയാലോ, ഒരു വ്യക്തി മാത്രം ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ അയാളുടെ പേരിലാണ് കമ്പനിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം എങ്കിൽ അതിനെ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയാം. അദ്ദേഹമായിരിക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും എല്ലാ ചെയർപേഴ്സണും എല്ലാം വരുന്ന ഒരേ ഒരാളായിരിക്കും. അതാണ് വൺ പേഴ്സൺ കമ്പനി. പിന്നെ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൈവറ്റ് കമ്പനിയെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഷെയറുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നിയന്ത്രണം ഉണ്ടായിരിക്കും. കുറെ വ്യക്തികൾ ചിലപ്പോൾ ജോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനി നടത്താവുന്നതാണ്. പിന്നെ വിവിധ തരത്തിലുള്ള കമ്പനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗവൺമെന്റ് കമ്പനി എന്നും, ഫോറിൻ കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്ട്രേഡ് കമ്പനി, ചാർട്ടേഡ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അകത്ത്, ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതിനകത്തൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അദാനി എന്റർപ്രൈസസ്, ടാറ്റ പവർ, ഇൻഫോസിസ്, ഇതെല്ലാം ഈ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ രജിസ്ട്രേഡ് കമ്പനികളാണ്. അവിടേക്ക് ഇവർക്ക് കമ്പനികളുടെ ഷെയറുകൾക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ്. പിന്നെ അൺലിസ്റ്റഡ് കമ്പനി. അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർസ് നോട്ട് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത എല്ലാം അൺലിസ്റ്റഡ് ആണ്. അതിപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, ഇതിങ്ങനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ അത് അൺലിസ്റ്റഡ് കമ്പനീസ് ആണ്. ഇനി ഷെയറുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഷെയറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഷെയറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. ഇപ്പൊ ഷെയർ കുറച്ച് തരത്തിൽ ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്. അത് ഫസ്റ്റ് അതിൻ്റെ അകത്ത് വരുന്നതാണ്. രണ്ട് തരത്തിലുള്ള മെയിൻ ഷെയർസ് ആണുള്ളത്. ഒന്ന് പ്രിഫറൻസ് ഷെയർസും, രണ്ട് ഇക്വിറ്റി ഷെയർസും. പ്രിഫറൻസ് ഷെയർസ് മീൻസ് preference shares which have a preferential right to receive dividend at a fixed rate. ഒരു ഫിക്സഡ് റേറ്റിൽ ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ദി ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് ഷെയർ ആയിട്ട് കിട്ടാൻ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന, അതായത് അതിന് അവകാശമുള്ളവരെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് റൈറ്റ് ടു റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ബിഫോർ ദാറ്റ് ഇക്വിറ്റി ഷെയർസ്, റൈറ്റ് ടു വോട്ട്. ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും ഒരു കമ്പനിക്കകത്ത് കയറിയില്ല. പക്ഷെ ഇവർക്ക് ഇവരുടെ ഷെയർ എത്രയാണോ എടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ഷെയർ ഡിവിഡൻഡ് കിട്ടാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ആൾക്കാരെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഓണേഴ്സ് ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നവരാണ്. അതിൻ്റെ അകത്ത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നോൺ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്,
കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ, കുറച്ച് പേരുകൾ ഓർത്തിരുന്നാൽ മതി. റെഡീമബിൾ, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, കാളബിൾ പ്രിഫറൻസ് ഷെയർസ്, പുട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, ഇങ്ങനെ കുറച്ചധികം ഷെയർസ്, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് അറിയപ്പെടുന്നത്. ഇനിയുള്ളതാണ് ഇക്വിറ്റി ഷെയർ എന്താണെന്നുള്ളത്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ഓണേഴ്സ് ആണ്. ഇവര് വോട്ടിംഗ് റൈറ്റ് ഒക്കെ ഉള്ളവരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഡിവിഡൻഡ് അവർക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ. പ്രിഫറൻസ് ഷെയർസിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ലോണിന്റെ എല്ലാ തുക അടച്ചതിന് ശേഷം മാത്രമേ എന്ത് കിട്ടുള്ളൂ? പ്രിഫറൻസ് ഷെയർസിന്, ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ. പിന്നെയുള്ളതാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വേർഡ്. അപ്പൊ ക്യാപിറ്റൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതൽ മുടക്കാണ്. ഒരു കമ്പനി അതിന്റെ ഷെയറുകളൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി റേസ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓണേഴ്സ് ആയിരിക്കും. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ യഥാർത്ഥത്തിൽ വരുന്ന അവകാശികളാണ് ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ മൂന്നാല് തരത്തിൽ പറയുന്നുണ്ട്. അതിന്റെ പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കാൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒക്കെ എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ഒന്ന് രണ്ട് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രമാത്രം ആകാം എന്നുള്ളത്. അപ്പൊ ഒരു കമ്പനിയുടെ നിയമാനുസൃതമായിട്ട് രജിസ്റ്റർ ആയിട്ട് വരുന്ന ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. രജിസ്റ്റർ ആയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര ക്യാപിറ്റലാണോ കൊണ്ടുവന്നത് ആ ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. പിന്നെയുള്ള ഒരു ക്യാപിറ്റലാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. In this portion, actually received from the shareholders. If any between the called up capital and paid up capital is calls in arrears. അപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്, അതായത് കൊടുക്കാൻ വേണ്ടി ബിസിനസിന്റെ ആക്ച്വൽ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു തുകയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. പിന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകൾ ഒന്ന് പറഞ്ഞിരുന്നു. റൂൾസ്, പിന്നെ നമുക്കിപ്പം ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ലൂക്ക പാസിയോളി പാസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു എക്സ്പെൻസ് സിസ്റ്റം ആണ്. ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന പേരാണ് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ട്സ്, നമുക്ക് അക്കൗണ്ട്സിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. നമ്മളിപ്പോ എഴുതി രാം അക്കൗണ്ട്, ശ്യാം അക്കൗണ്ട്, ഇങ്ങനെ വ്യക്തികളുടെയൊക്കെ അക്കൗണ്ട് പറയുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കുന്നത്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൻ്റെ അകത്ത് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ കിട്ടാനുള്ളത്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, കിട്ടാനുള്ളതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് റിയൽ അക്കൗണ്ട്. പിന്നെയുള്ള
ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ റിയൽ അക്കൗണ്ടിന്റെ എക്സാമ്പിൾസ് ക്യാഷ് അക്കൗണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട്. ഈ അസറ്റുകളെല്ലാം വരുന്ന റിയൽ അക്കൗണ്ടിന്റെ ഹെഡിങ്ങിലേക്കാണ്. അസറ്റ് വരുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, അത് റിയൽ അക്കൗണ്ട് ആണെന്നുള്ള കാര്യം. നെക്സ്റ്റ് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ വരുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് കേട്ടോ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പം ഓൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എക്സ്പെൻസുകൾ കണ്ടു. എക്സ്പെൻസ് വരുന്നത് എന്തൊക്കെയാണ്? വേജസ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട്, ഇങ്ങനെ കമ്മീഷൻ അക്കൗണ്ട്, അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട്, ഇങ്ങനെ വരുന്ന എല്ലാ അക്കൗണ്ടുകളും നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറയാം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്, നിങ്ങൾ അത് ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു ജേർണല് ലെഡ്ജർ വരച്ചുകൊണ്ട് വരാനാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് എഴുതിയാൽ മതി ഡേറ്റ് കോളത്തിൽ. റാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 70,000, 70,000. റാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 70,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 30,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 20,000. റാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 70,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 30,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 20,000. നാലാമത്തെ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 20,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000. ആറാമത്തെ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 15,000. ഇതിന്റെ ജേണലും ലെഡ്ജറും വരച്ചുകൊണ്ട് വരിക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.